നമസ്കാരം. ആഗോള മൾട്ടി എയർപോർട്ട് സംവിധാനങ്ങളുടെ ലീഗിലേക്ക് മുംബൈയെ ഉയർത്തുന്നതിനായി നവി മുംബൈ അന്താരാഷ്ട്ര വിമാനത്താവളം ഏഷ്യയിലെ ഏറ്റവും വലിയ വ്യോമയാന കേന്ദ്രങ്ങളിൽ ഒന്നായി മാറ്റുമെന്ന് പ്രധാനമന്ത്രി മോദി. ആദ്യഘട്ടം ബുധനാഴ്ച ഉദ്ഘാടനം ചെയ്ത പ്രധാനമന്ത്രി ഈ മേഖലയെ ഏഷ്യയിലെ ഏറ്റവും വലിയ കണക്ടിവിറ്റി കേന്ദ്രങ്ങളിൽ ഒന്നായി സ്ഥാപിക്കുന്നതിൽ വിമാനത്താവളം പ്രധാന പങ്കുവഹിക്കുമെന്ന് പറഞ്ഞു. മഹാരാഷ്ട്രയിലെ കർഷകരെ യൂറോപ്പിലെയും മിഡിൽ ഈസ്റ്റിലെയും സൂപ്പർമാർക്കറ്റുകളുമായി ബന്ധിപ്പിക്കാൻ ഈ പുതിയ വിമാനത്താവളം സഹായിക്കുമെന്നും പുതിയ ഉൽപ്പന്നങ്ങൾ, പഴങ്ങൾ, പച്ചക്കറികൾ, മത്സ്യബന്ധന ഉൽപ്പന്നങ്ങൾ എന്നിവ ആഗോള വിപണികളിൽ വേഗത്തിൽ എത്തിച്ചേരാൻ ഇത് സഹായിക്കുമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. സമീപത്തുള്ള ചെറുകിട ഇടത്തരം വ്യവസായങ്ങളുടെ കയറ്റുമതി ചെലവ് കുറയ്ക്കാനും നിക്ഷേപം വർദ്ധിപ്പിക്കാനും പുതിയ സംരംഭങ്ങൾ സ്ഥാപിക്കാനും വിമാനത്താവളം സഹായിക്കുമെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഏകദേശം 19,650 കോടി രൂപ ചെലവിലാണ് ഗ്രീൻഫീൽഡ് NMIA നിർമ്മിച്ചിരിക്കുന്നത്. ഈ വർഷം ഡിസംബറിൽ ഇത് പ്രവർത്തനക്ഷമമാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. മുംബൈ മെട്രോപൊളിറ്റൻ മേഖലയിലെ രണ്ടാമത്തെ അന്താരാഷ്ട്ര വിമാനത്താവളം എന്ന നിലയിൽ തിരക്ക് കുറയ്ക്കുന്നതിനും ഇത് സാധ്യമാക്കുന്നു. അതുപോലെ മുംബൈയിലെ ഛത്രപതി ശിവാജി മഹാരാജ് അന്താരാഷ്ട്ര വിമാനത്താവളവുമായി യോജിച്ചാണ് നവി മുംബൈ അന്താരാഷ്ട്ര വിമാനത്താവളം പ്രവർത്തിക്കുക. അദാനി ഗ്രൂപ്പ് നടത്തുന്ന ഈ വിമാനത്താവളം 1160 ഹെക്ടർ വിസ്തൃതിയുള്ള ലോകത്തിലെ ഏറ്റവും കാര്യക്ഷമമായ വിമാനത്താവളങ്ങളിൽ ഒന്നായി രൂപകൽപ്പന ചെയ്തിരിക്കുന്നു. ഇത് ഒടുവിൽ പ്രതിവർഷം 90 ദശലക്ഷം യാത്രക്കാരെയും 3.25 ദശലക്ഷം മെട്രിക് ടൺ ചരക്കിനെയും കൈകാര്യം ചെയ്യും. 4 പാസഞ്ചർ ടെർമിനലുകളെയും ബന്ധിപ്പിക്കുന്ന സുഗമമായ ഇന്റർ ടെർമിനൽ ട്രാൻസ്ഫറുകളുള്ള ഒരു ട്രാൻസിറ്റ് സിസ്റ്റമായ ഓട്ടോമാറ്റഡ് പീപ്പിൾ മൂവർ, നഗര സൈഡ് ഇൻഫ്രാസ്ട്രക്ചറുകളെ ബന്ധിപ്പിക്കുന്ന ഒരു ലാൻഡ് സൈഡ് APM എന്നിവ ഇതിന്റെ സവിശേഷമായ ഓഫറുകളിൽ ഉൾപ്പെടുന്നു. സുസ്ഥിര രീതികൾക്ക് അനുസൃതമായി സുസ്ഥിര വ്യോമയാന ഇന്ധനം സംഭരിക്കുന്നതിനുള്ള പ്രത്യേക സംവിധാനം, ഏകദേശം 47 മെഗാവാട്ട് സൗരോർജ ഉൽപാദനം, നഗരത്തിലുടനീളമുള്ള പൊതു കണക്ടിവിറ്റിക്കായി ബസ് സർവീസുകൾ എന്നിവ വിമാനത്താവളത്തിൽ ഉണ്ടായിരിക്കും. വിവിധ പൊതുഗതാഗത ഓപ്പറേറ്റർമാരിൽ സംയോജിത മൊബൈൽ ടിക്കറ്റിംഗ് ഉൾപ്പെടെ നിരവധി ആനുകൂല്യങ്ങൾ യാത്രക്കാർക്ക് വാഗ്ദാനം ചെയ്യുന്ന മുംബൈ വൺ ആപ്പും പ്രധാനമന്ത്രി പുറത്തിറക്കി. വാട്ടർ ടാക്സി വഴി ബന്ധിപ്പിക്കുന്ന രാജ്യത്തെ ആദ്യത്തെ വിമാനത്താവളം കൂടിയായിരിക്കും നവി മുംബൈ അന്താരാഷ്ട്ര വിമാനത്താവളം. ഇന്ത്യ ലോകത്തിലെ 3ാമത്തെ വലിയ ആഭ്യന്തര വ്യോമയാന വിപണിയായി മാറുമെന്ന് മോദി അഭിപ്രായപ്പെടുന്നു. ഈ ദശകത്തിന്റെ അവസാനത്തോടെ ഇന്ത്യയെ ഒരു പ്രധാന മെയിന്റനൻസ്, റിപ്പയർ, ഓവർഹോൾ കേന്ദ്രമായി സ്ഥാപിക്കുമെന്ന് അദ്ദേഹം ഉറപ്പിച്ചു പറഞ്ഞു. അക്വാലൈൻ എന്ന ഭൂഗർഭ മെട്രോയുടെ അവസാന ഘട്ടം ഉൾപ്പെടെ മുംബൈയിൽ വിവിധ വികസന പദ്ധതികൾ മോദി ഉദ്ഘാടനം ചെയ്യുകയും സമർപ്പിക്കുകയും ചെയ്തു. ഈ പദ്ധതി കണക്ടിവിറ്റി വേഗത്തിലാക്കുമെന്ന് പറഞ്ഞ അദ്ദേഹം മുൻ ഉദ്ധവ് താക്കറെയുടെ നേതൃത്വത്തിലുള്ള സംസ്ഥാന സർക്കാരിനെതിരെ ആഞ്ഞടിച്ചു. പദ്ധതി നിർത്തിവെക്കുകയും കാലതാമസം വരുത്തുകയും ചെയ്തതിന്റെ പേരിലാണ് അദ്ദേഹം ആരോപണം ഉന്നയിച്ചത്. ഇത് ചെലവും സമയനഷ്ടവും ഉണ്ടാക്കി. ഇസ്രായേലിന്റെ 5 സൈനിക താവളങ്ങളിൽ കനത്ത നാശനഷ്ടം. മോദി വെളിപ്പെടുത്തുന്ന ഇന്ത്യയുടെ വികസനത്തിന്റെ മയക്കുമരുന്ന് വിൽപ്പനയ്ക്കെതിരെ ശക്തമായ നടപടിയെടുത്ത് ഷാർജ പോലീസ്. അമേരിക്കയിലെ സാധാരണ മനുഷ്യരോട് കൂടിയാണ് കോൺഗ്രസിനുള്ളിൽ പങ്കുവയ്ക്കാൻ ഓപ്പറേഷൻ സിന്ദൂറിൽ ഉപയോഗിച്ച